ഇത്തിക്കര പക്കിയുടെ കഥ അറിയാമോ? കൊല്ലം ജില്ലയിലെ ഉമേനെല്ലൂർ എന്ന സ്ഥലത്തുള്ള ഒരു മത്സ്യക്കച്ചവടക്കാരന്റെ മകനായിരുന്നു ഇത്തിക്കര പക്കി. യഥാർത്ഥ പേര് മുഹമ്മദ് അബ്ദുൽ ഖാദർ. കുട്ടിക്കാലത്തു തന്നെ പാവങ്ങളെ സഹായിക്കാൻ പക്കി സദാ സന്നദ്ധനായിരുന്നു. ആറ്റിലും കടവിലും ഏത് അഭ്യാസത്തിലും മിടുമിടുക്കനായിരുന്നു. ആറ്റിൽ വീണു മരിക്കാൻ പോയ ഒരുപാട് പേരെ പക്കി രക്ഷിച്ചു. ജന്മിമാർക്ക് വേണ്ടി ആറ്റിലൂടെ കെട്ടുവള്ളങ്ങളിൽ കൊണ്ടുപോകുന്ന കാർഷിക വിളകൾ തട്ടിയെടുത്ത് നിർധരരായ പാവങ്ങളുടെ വീടുകളിൽ കൊണ്ടുപോയി കൊടുത്തിരുന്നു ഇത്തിക്കര പക്കി. ഇതുകൊണ്ടെല്ലാം പക്കിയെ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനാക്കി. എവിടെയും എത്ര വേഗത്തിലും കൃത്യം നടത്തുവാനുള്ള പ്രാവീണ്യം ഉള്ളതുകൊണ്ടാണ് പക്കി എന്ന പേര് കിട്ടുവാൻ കാരണം. പാവപ്പെട്ട ജനങ്ങളെ അടിമകളെ പോലെ പണി എടുപ്പിച്ച് പണമുണ്ടാകുകയും കപ്പം നൽകാത്തവരുടെ കൃഷിയിടങ്ങൾ കയ്യേറി കാർഷിക വിളകൾ സ്വന്തം പത്തായത്തിൽ ആക്കുകയും ചെയ്യുന്ന ജന്മികളാണ് ഇത്തിക്കര പക്കിയുടെ പ്രധാന നോട്ടപ്പുള്ളികൾ. ഇവരെ കൊള്ളയടിച്ച് കിട്ടുന്ന മുതലുകൾ പാവങ്ങൾക്ക് തന്നെ തിരിച്ചു നൽകുകയാണ് പക്കിയുടെ രീതി. ഇത്തിക്കര ആറിന്റെ ഭാഗങ്ങളാണ് പക്കിയുടെയും കൂട്ടരുടെയും പ്രധാന സങ്കേതം. തിരുവിതാംകൂർ രാജഭരണത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ കൊല്ലം പരവൂർ ഭാഗങ്ങളിലും പക്കി പകൽ കൊള്ളകൾ നടത്തിയിരുന്നു. അന്ന് ആ പ്രദേശത്തെ ആദ്യ പോലീസ് സ്റ്റേഷൻ പരവൂർ ആയിരുന്നു. അവിടെയുള്ള പോലീസുകാർക്ക് എല്ലാം പക്കിയെ വലിയ ഭയം ആയിരുന്നു. ഒരിക്കൽ പോലും പക്കിയെ അവർക്ക് പിടികൂടുവാൻ കഴിഞ്ഞില്ല. അക്കാലത്ത് പരവൂർ കായലിലൂടെ കായംകുളത്തു നിന്നും കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് വലിയ വള്ളങ്ങളിൽ ചരക്ക് കടത്തുണ്ടായിരുന്നു. ഇതിൽ നിന്നും കൊള്ള നടത്താൻ കായംകുളം കൊച്ചുണ്ണിക്ക് ഒപ്പം പക്കിയും കാണുമായിരുന്നു. കായംകുളം കൊച്ചുണ്ണിയുടെ ഉറ്റ സുഹൃത്തായ ഇത്തിക്കര പക്കി കൂടെ നിൽക്കുന്നവരെ ഒരിക്കലും ചതിക്കില്ല. തന്റെ 45-ാമത്തെ വയസ്സിൽ കാൻസർ പിടിപെട്ടാണ് പക്കി മരണത്തിന് കീഴടങ്ങുന്നത്. ഒരു കള്ളൻ മരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു വികാരം ആയിരുന്നില്ല ആ നാട്ടുകാർക്ക് ഉണ്ടായിരുന്നു. സാധാരണക്കാർക്ക് വേണ്ടി നിലകൊണ്ടിരുന്ന ഒരു ജനപ്രതിനിധിയുടെ വേർപാടായിരുന്നു ജനങ്ങൾക്ക്. മൈലക്കാടിലെ സിത്താരമുക്കിലെ കോട്ടുംപുറം പള്ളിയിലെ ആദ്യ വരിയിലെ രണ്ടാമനായി ഇത്തിക്കര പക്കി നിത്യവിശ്രമം കൊള്ളുന്നു.